വർഗസമരങ്ങളിൽ തുടങ്ങി ഐഡന്റിറ്റി പൊളിറ്റിക്സിലേക്കും വികസന ചർച്ചകളിലേക്കും ഒക്കെ മാറിയ ബംഗാൾ രാഷ്ട്രീയം പുതുചരിത്രത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. വങ്കനാട്ടിലെ ആദ്യ BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. 1.5 പതിറ്റാണ്ട് നീണ്ട മമതാ ബാനർജി സർക്കാരിന് അറുതി വരുത്തി തലപ്പത്തെത്തിയത് ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ കരുത്തായിരുന്ന സുവേന്ദു അധികാരിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആരാണ് സുവേന്ദു അധികാരി? ആയിരത്തി 1995 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ തുടക്കം. 1998 തൃണമൂൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് പിതാവിനോടൊപ്പം പാർട്ടിയിൽ ചേർന്നു. 2006 പിതാവ് നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന കാന്തി ദക്ഷിൺ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ബംഗാളിൽ 34 വർഷം നീണ്ടുനിന്ന ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച നന്ദിഗ്രാം സിംഗൂർ സമരങ്ങളിൽ സുവേന്ദുവും കുടുംബവും നിർണായക പങ്കുവഹിച്ചു. കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ CPMന്റെ സ്വാധീനം തകർക്കുന്നതിൽ സുവേന്ദുവിന്റെ സംഘടനാ പാഠവം വലിയ പങ്കാണ് വഹിച്ചത്. 2009 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം മമതാ ബാനർജി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായും ജലസേചന മന്ത്രിയായും പ്രവർത്തിച്ചു. 2017 മുകുൾ റോയ് പാർട്ടി വിട്ടതോടെ സുവേന്ദുവിന്റെ സ്വാധീനം വർദ്ധിച്ചെങ്കിലും ഉൾപാർട്ടി തർക്കങ്ങൾ 2020 അദ്ദേഹത്തെ BJPയിലെത്തിച്ചു. മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്ക് പാർട്ടിയിൽ ലഭിക്കുന്ന അമിത പ്രാധാന്യത്തിൽ അതൃപ്തനായിരുന്നു സുവേന്ദു. തന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ മമത തഴയുന്നുവെന്ന തോന്നൽ അദ്ദേഹത്തിൽ ശക്തമായതോടെയാണ് മമതയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് സുവേന്ദു തൃണമൂൽ വിട്ട് BJPയിൽ ചേർന്നത്. ഇത് കേവലം ഒരു പാർട്ടി മാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് മമതയോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. 2021 സ്വന്തം തട്ടകമായ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം BJPയിലെ തന്റെ കരുത്തു തെളിയിച്ചു. ഇതോടൊപ്പം BJPയെ പ്രതിപക്ഷ സ്ഥാനത്തെത്തിക്കുകയും ശക്തനായ പ്രതിപക്ഷ നേതാവുകയും ചെയ്തു. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന സുവേന്ദു എങ്ങനെയാണ് പിന്നീട് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായി മാറിയത് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ കൗതുകകരമായ ഒരു അധ്യായമാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂലിന്റെ ചാണക്യൻ എന്നറിയപ്പെട്ടിരുന്ന സുവേന്ദു ഇന്ന് BJPയുടെ ബംഗാളിലെ മുഖമായി മാറിയിരിക്കുന്നു എന്നത് ചരിത്രപരമായ ഒരു മാറ്റം കൂടിയാണ്.